ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പിതാവേ മഹത്വം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് കൃപകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, ജീവിതത്തിൽ അങ്ങ് ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്തും തിരുത്തപ്പെടേണ്ട എല്ലാ മേഖലകളും തിരുത്തപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തെയും പരിപൂർണമായും ദൈവത്തിൻ്റെ ആത്മാവെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരു പുതിയ വ്യക്തിയാക്കി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്നും അത്ഭുതകരമായ മാറ്റങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം വളരെ വിചിത്രമായ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽ ജനം ഇതാ തിന്മ പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവർ മറ്റു പല ദേശക്കാർക്കും അടിമപ്പെടുന്നു, അടിമകളായി മാറുന്നു. അപ്പോൾ വിചിത്രമായ സംഭവം ഇതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6, 11, 12, 13 തിരുവചനങ്ങൾ. അന്നൊരിക്കൽ കർത്താവിൻ്റെ ദൂതൻ ഓഫ്രയിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിൻ്റെ ഓക്കുമരത്തിൻ്റെ കീഴിലിരുന്നു. ഇതാണ് വിചിത്രമായ സംഭവം. മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ ജനത്തെ രക്ഷിക്കുവാനായി ഇതാ ഒരു ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഒരു വ്യക്തിയെ, ഒരു സാധാരണ വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് വിചിത്രമായ സംഭവം. ഇനി ദൈവത്തിൻ്റെ ജനം തിന്മകൾ പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ദൈവം അതിനൊരു വഴി കണ്ടെത്തുകയാണ്. കർത്താവിൻ്റെ ഒരു മകൻ, ഒരു മകൾ തിന്മകൾ പ്രവർത്തിച്ച് അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ അതിനും ഒരു വഴി, എങ്ങനെയെങ്കിലും ഈ മകനെ മകളെ തിരിച്ചു കൊണ്ടുവരുവാനും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും കൃപ നിറഞ്ഞ ഒരു ജീവിതം നൽകുവാനും കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് കർത്താവിൻ്റെ ദൂതനെ ദൈവം അയക്കുകയാണ്. ഒരു ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഈ ദൂതൻ ഇരിക്കുകയാണ്. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ മിദ്യാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. നോക്കുക, ഈ മനുഷ്യൻ്റെ പ്രത്യേകത, ഈ മനുഷ്യന് പ്രത്യേകിച്ച് ധൈര്യമില്ല. ഈ മനുഷ്യന് പറയത്തക്ക വലിയ ഗുണങ്ങളൊന്നുമില്ല. ഇദ്ദേഹം ഒരു പേടിച്ചിട്ട് മറ്റുള്ള മിദ്യാൻകാർ കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പാത്തിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. ഇനി നോക്കിയേ, ദൈവം ഒരു മനുഷ്യനെ ശക്തമായി ഉപയോഗിച്ചിട്ട് ഒരു ജനതയെ വിടുവിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നൊരു ചരിത്രം. പ്രിയപ്പെട്ടവരെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ശക്തമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് ആളുകളെ, ഒരുപക്ഷെ നിന്നിലൂടെ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കേണ്ടതുണ്ടാകാം. നീ ചിന്തിക്കും, എനിക്കിപ്പോൾ ഈ കുടുംബത്തിൽ എന്താണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നീ ചിന്തിക്കും, ഞാൻ ജോലി സ്ഥലത്തിരിക്കുമ്പോൾ എനിക്ക് എന്താണ് ഇപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ നീ പോകുന്ന സ്കൂള് അല്ലെ കോളേജ് എവിടെ ആയിക്കൊള്ളട്ടെ, എനിക്കിവിടെ പ്രത്യേകിച്ച് എന്താ ചെയ്യാനുള്ളത്, എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള കഴിവുകളില്ല. ഇങ്ങനെയൊന്നുമല്ല പ്രിയപ്പെട്ടവർ ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ പദ്ധതി നിസ്സാരരെന്ന് തോന്നുന്ന, ജനം നിസ്സാരരെന്ന് കരുതുന്ന ആളുകളിലൂടെ അത്ഭുതകരമായിട്ട് മാറുന്ന ഒരു കാര്യം നമ്മൾ കാണുകയാണ്. ഒരു ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ദൈവത്തിൻ്റെ ദൂതൻ ഈ ഗിദെയോനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പേടിച്ചിരിക്കുന്ന ഗിദെയോൻ, ശത്രുവിനെ പേടിച്ച് ഗോതമ്പ് ചക്കിൽ മറഞ്ഞിരിക്കുന്ന ആ ഒരു മനുഷ്യനെ കണ്ടിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. നോക്കുക, ഒരു കഴിവുമില്ല, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇങ്ങനൊരു മനുഷ്യനെ നോക്കിയിട്ട് കർത്താവിൻ്റെ ദൂതൻ പറയുകയാണ്, ധീരനും ശക്തനുമായ മനുഷ്യ. ദൈവത്തിൻ്റെ ദൂതൻ പറയുന്നത് ദൈവത്തിൻ്റെ സത്യമാണ്. കർത്താവിന് ഈ മനുഷ്യനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് പറയണത്.
നാട്ടുകാരെ ഉള്ള അഭിപ്രായമല്ല, കൂട്ടുകാർക്കുള്ള അഭിപ്രായമല്ല, ശത്രുക്കൾക്കുള്ള അഭിപ്രായമല്ല. ദൈവത്തിന് ബലഹീനനെന്ന് കരുതുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പോലും ആ മനുഷ്യൻ്റെ ശക്തി അറിയില്ല. ഈ മനുഷ്യൻ പേടിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ദൂതൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ധീരനും ശക്തനുമായ മനുഷ്യ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു കൃപയും ശക്തിയും നിന്റെ ഉള്ളിലുണ്ട്. സഹോദര സഹോദരി, ചിലപ്പോൾ ചില ആളുകളൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ നിരാശപ്പെട്ട് കഴിയും. എനിക്ക് കഴിവുകളില്ല, ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെ കഴിയണം മനുഷ്യരെ നോക്കി ദൈവത്തിനൊരു അഭിപ്രായമുണ്ട്. നിന്റെ കൈകളിലേക്ക് നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു തന്നെങ്കിൽ ദൈവത്തിനൊരു അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു തന്നത്. നിനക്ക് 3 മക്കളുണ്ട്. ആ മക്കൾ നീ പറയുന്നത് കേൾക്കുന്നില്ല, വീട്ടിലാരും ബഹുമാനിക്കുന്നില്ല. ഇതൊന്നും അല്ല നീ കാര്യമാക്കേണ്ടത്. കർത്താവായ ദൈവം നിന്റെ കൈകളിലേക്ക് ആ കുടുംബം ഏൽപ്പിച്ചു തന്നപ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ നീ പോകണ ജോലി സ്ഥലത്ത് നീ ഇങ്ങനെ നിസ്സാരനാണെന്ന് കരുതി, ഒരു കഴിവില്ലെന്ന് കരുതി, മറ്റുള്ളവർ പറയുന്ന കുത്തുവാക്ക് കേട്ടിട്ട് അങ്ങനെ കഴിയേണ്ടവനല്ല. ആ ജോലി സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവന്നപ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്. നീ ചിലപ്പോൾ ഇടവകളിൽ കാര്യങ്ങളെല്ലാം ചെയ്ത് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നിന്നെ ആർക്കും വേണ്ടെന്നൊക്കെ തോന്നുന്നു. നീ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ഭംഗിയാകണില്ല, മറ്റുള്ളവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെയല്ല പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്നെ ഒരു മേഖലയിലേക്ക് ഒരു പ്രത്യേക കാര്യത്തിനായി ദൈവം ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ ദൈവത്തിന് നിന്നെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്. ഗിദെയോനെ കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായം എന്താണെന്ന് അറിയോ? ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. അവസാനത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ടത്. കർത്താവ് നിന്നോടുകൂടെ. എവിടെ ഇരുന്ന് നീ വചനം കേൾക്കുന്നുവോ നീ മനസ്സിലാക്കണം, കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് നിന്നോടുകൂടെ എന്ന് മാലാഖ വന്ന് പറഞ്ഞിട്ടുള്ള ആളുകളൊന്നും നിസ്സാരക്കാരിയല്ല. മാതാവിനെ നോക്കി പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, ഇതാ കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് നിന്നോടുകൂടെ. അഭിഷേകമാണ് വരുന്നത്, കൃപയാണ് വരുന്നത്. ഇതാരും നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. ദൈവത്തിൻ്റെ അഭിഷേകം നിന്നിലുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് പറയുക, ഗിദെയോൻ പറയുന്നു, പ്രഭോ, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങളെല്ലാം പറയുകയാണ്. എല്ലാവരും പറയണു, ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നു, ചെങ്കടൽ കടത്തി കൊണ്ടുവന്നു, ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു തന്നു, കാടപ്പക്ഷികളെ തന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു, പാറയിൽ നിന്ന് വലിയ ജലപ്രവാഹം ഒഴുക്കി ഞങ്ങൾക്ക് ദാഹം ശമിപ്പിച്ചു തന്നു, ഇതാ കൈപ്പേറിയ ജലം, മധുരമേറിയ ജലം. ഇങ്ങനത്തെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പൂർവികരുടെ കഥ കേട്ടുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചെറിയ പ്രശ്നമല്ല, വലിയൊരു പ്രശ്നം. ദൈവം ഇല്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവരെല്ലാം ഞങ്ങളെ കളിയാക്കുകയാണ്. സഹോദര സഹോദരി, എല്ലാ ചുറ്റുപാടുകളും, എല്ലാ ചരിത്രങ്ങളും, എല്ലാ പഴങ്കഥകളും ഒന്നുമല്ലാതായി മാറുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് നീ നിലവിളിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ദൂതൻ നിനക്ക് വേണ്ടിയിട്ട് വലിയൊരു കാര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. നിന്നിലൂടെ ഒരുപക്ഷെ കണ്ണുനീര് കുടിക്കുന്ന നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നിലൂടെ മോശമായ വഴികളിൽ കൂടെ നടക്കുന്ന നിന്റെ കൂട്ടുകാരെ, അവരെ മോചിപ്പിക്കുവാൻ, ഒരു വിടുതൽ നൽകുവാൻ കർത്താവിൻ്റെ ദൂതൻ ആഗ്രഹിക്കുന്നുണ്ട്. ശക്തമായിട്ട് നീ ആ വചനത്തിൽ വിശ്വസിക്കണം. അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് ഇവനോട് പറയുകയാണ്, നിന്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രായേൽക്കാരെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഒരു ദിവസം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ബോധ്യം നിന്റെ ഉള്ളിലേക്ക് വരട്ടെ. ഒരു മോചനത്തിന് നിന്നെ ഒരു ഉപകരണമാക്കുവാൻ കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നു. വലിയ കൃപയും അഭിഷേകവും നൽകി അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ചരിത്രം നമ്മൾ നോക്കുന്നത്, ഈ മനുഷ്യൻ ഇസ്രായേൽക്കാരെ നയിച്ചിട്ട് ഇതാ മിദ്യാൻകാരുടെ കൈകളിൽ നിന്ന് ശക്തമായിട്ട് വലിയ കൃപകൾ നൽകിയപ്പോൾ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുതൽ നൽകി ദൈവം അനുഗ്രഹിക്കുന്നു, മോചിപ്പിക്കുന്നു. ഒരു ദുർബലനായ മനുഷ്യൻ, പേടിച്ചരണ്ട് ഗോതമ്പ് ചക്കുകളുടെ ഇടയിൽ പോയി ഒളിച്ച മനുഷ്യനെ ദൈവം എടുത്ത് ഉപകരണമാക്കി മാറ്റിയപ്പോൾ ഒരു ദേശം മുഴുവൻ അനുഗ്രഹിക്കുന്നു. പൂർവികർ പറഞ്ഞ കഥ ഇതാ സത്യമായി മാറുന്നു. പൂർവികർ പറഞ്ഞ കഥയിലേക്ക് എല്ലാ ആളുകളും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. നോക്കുക, ഒരു ദേശം മുഴുവൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നെങ്കിൽ, ഒരു പ്രദേശം മുഴുവൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നെങ്കിൽ നിന്റെ കുടുംബം വലിയൊരു അനുഗ്രഹം പ്രാപിക്കുവാൻ നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽക്കാർ വന്നിട്ട് മിദ്യാൻകാരെയൊക്കെ എല്ലാം കീഴ്പ്പെടുത്തിയിട്ട് ഇദ്ദേഹത്തോടൊരു കാര്യം പറയുകയാണ്, ഗിദെയോനോടൊരു കാര്യം പറയുകയാണ്. പറയുന്നത് ഇങ്ങനെയാണ്,
ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 22-ാം തിരുവചനം. ഇസ്രായേൽ ജനം ഗിദെയോനോട് പറഞ്ഞു, നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. എന്ന് പറഞ്ഞാൽ നിന്റെ ശക്തി ഞങ്ങൾക്ക് പിടികിട്ടി, നീ ചില്ലറക്കാരനല്ല, വലിയ ശക്തിയുള്ള ആളാണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടി, നിന്റെ കൂടെ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് പിടികിട്ടി. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. ഈ തിരിച്ചു പറയുന്ന സന്ദേശം അത് ദൈവകൃപ നിറഞ്ഞ ഓരോ വ്യക്തിയും ജീവിതം മുഴുവൻ ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് ഇസ്രായേൽ ജനം തുടരുകയാണ്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ഗിദെയോൻ പറഞ്ഞ വചനം ദൈവകൃപ നിറയുന്ന ഓരോ മകനും മകളും ജീവിതം മുഴുവൻ ധ്യാനിക്കേണ്ട വചനമാണ്. ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും ഭരിക്കുകയില്ല, പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരി, കർത്താവ് ഭരിക്കുന്ന വ്യക്തിയായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവായ ദൈവം ഭരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ കൈ കർത്താവിൻ്റെ കൈകളായി മാറും, അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കർത്താവിൻ്റെ പാദങ്ങളായി മാറും, അദ്ദേഹത്തിൻ്റെ അധരങ്ങൾ കർത്താവിൻ്റെ അധരങ്ങളായി മാറും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞൊഴുകും. കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ചിന്തിക്കണം, ആരാണ് നിന്നെ ഭരിക്കുന്നത്? നിന്റെ ജീവിതം തകർന്നെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ പ്രത്യേക ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, മറ്റാരൊക്കെയോ നിന്നെ ഭരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഓരോ വ്യക്തിയെയും ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ കൃപകൾ നൽകിയാണ് അനുഗ്രഹിക്കുക. ഓരോ വ്യക്തിയെയും ജീവിതം ഏൽപ്പിക്കുമ്പോൾ കൃപകൾ നൽകിയാണ് ഏൽപ്പിക്കുക. നീ ഇപ്പോൾ ഏത് അവസ്ഥയിലാണോ, നിരാശയിലാണോ, തകർച്ചയിലാണോ, രോഗം കൊണ്ട് എന്തുമായിക്കൊള്ളട്ടെ, കർത്താവ് നൽകിയിട്ടുള്ളൊരു കൃപയുണ്ട്, നിന്നെ ഏൽപ്പിച്ച് തന്നിട്ടുള്ളൊരു കൃപയുണ്ട്, നിന്നിലൂടെ പൂർത്തിയാകേണ്ട ചില ദൈവിക പദ്ധതികളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. കർത്താവായ ദൈവം മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ഉപമ പറയുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെക്കുറിച്ച് അതിങ്ങനെയാണല്ലോ. ഒരു ഉപമ കേട്ടുകൊള്ളുക. കർത്താവ് പറയുകയാണ്, ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിന് ചുറ്റും വേലി കെട്ടി, എല്ലാ കാര്യങ്ങളെയും ദൈവം എല്ലാം ക്രമീകരിച്ചു. എന്നിട്ട് വചനം പറയുന്നു, അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചേ സഹോദര സഹോദരി, എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, എല്ലാ കിണറോടെ ഉണ്ട്, വെള്ളത്തിലുള്ള കാര്യങ്ങൾ റെഡിയാണ്, എല്ലാ സംഭവം അതിർത്തി കെട്ടി എല്ലാം റെഡിയാക്കിയിട്ട് ആളുകളെ ഏൽപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിക്കില്ലേ, ഈ ആൾ നല്ലതാണോ അല്ലയോ എന്ന്? ദൈവം ആലോചിച്ചു. ഏൽപ്പിച്ച സമയത്ത് മുന്തിരിത്തോട്ടത്തിലെ എല്ലാ ആളുകളും, ഏൽപ്പിച്ച എല്ലാവരും നല്ല മനുഷ്യരായിരുന്നു. ദൈവം കൃപകൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ എല്ലാം നല്ലവരാണ്, ഒരു കുഴപ്പമില്ല. ദൈവം ഒരു കാര്യം ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തി അടിസ്ഥാനപരമായി നല്ലൊരു മനുഷ്യനാണ്. ചിന്തിക്കണം, ഇന്ന് നീ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് കൃപകൾ നിനക്കില്ലെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എവിടെയാണ് പാളിച്ചകൾ പറ്റിയിട്ടുള്ളത്? എവിടെ നിന്നാണ് കൃപകൾ നഷ്ടപ്പെട്ടത്? ദൈവം ഒരു വ്യക്തിയെ ഒരു കൃപ ഏൽപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായി ആ വ്യക്തി നല്ലവനായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വചനം മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. പിന്നീട് എന്തായി? ദൈവം ഈ മനുഷ്യരെ ഏൽപ്പിച്ചിട്ട് ഇതാ മാറി നിന്ന് കാണുകയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നീട് ഫലം ശേഖരിക്കേണ്ട സമയമായപ്പോൾ ഒരാളെ അയച്ചു. വചനം പറയുകയാണ്, ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. കുറച്ച് ആളുകളെ കൂടെ ദൈവം അയക്കുകയാണ്. ദൈവത്തിന് പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി. കൃപ നിന്നിലേക്ക് നൽകി, ഒരു കുടുംബം നിന്നെ ഏൽപ്പിച്ചു, അല്ലെ ഒരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ജോലി നിന്നെ ഏൽപ്പിച്ചു. ജോലിയിലൂടെ ചെറിയ പാകപ്പിഴകൾ അവിടെ ഇവിടെയൊക്കെ സംഭവിക്കുമ്പോഴും ദൈവം ആ കൃപ പിൻവലിക്കുന്നില്ല. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം, നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും മെല്ലെ മെല്ലെ ആ ശക്തി നമ്മൾ എടുത്ത് ദൂരെ കളയുമ്പോൾ ദുർബലരായി മാറുന്നു, വളരെ ദുർബലരായി മാറുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പലരും രോഗികളായി മാറി, പലരും മോശക്കാരായി മാറി. എന്താ നിങ്ങൾ ആ കാര്യം ആലോചിക്കണം. ദൈവകൃപ, കർത്താവായ യേശുവിനെ സ്വീകരിക്കുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ രീതിയൊക്കെ ചിന്തിക്കണം. അതാണ് ദൈവകൃപ നൽകിയിട്ട് ആ ദൈവകൃപ മെല്ലെ മെല്ലെ എടുത്തു കളയുമ്പോൾ ഓരോരുത്തർ രോഗികളായി മാറുന്നു, വലിയ തകർച്ചകളെ നേരിടുന്നു, ബിസിനസ് പാളിപ്പോകുന്നു, കുടുംബ ബന്ധങ്ങൾ അകന്നു പോകുന്നു, കൂട്ടുകാർ മോശമായി മാറുന്നു, മൊബൈൽ ഫോണിൽ കാണുന്ന ചിത്രങ്ങൾ മാറിപ്പോകുന്നു, ഓരോരോ മെസ്സേജുകൾ അയക്കുന്നത് പോലും മാറി പോകുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് ദൈവം തന്ന കൃപകൾ ഇന്ന് എവിടെ പോയി? നിരാശയാണ് നിന്റെ കാരണമെങ്കിൽ ചിന്തിക്കുക, എവിടെ നിന്ന് നിരാശ തുടങ്ങി? എന്നിട്ട് പിന്നീട് കാണുന്നു ദൈവം പ്രതീക്ഷ കൈവിടുന്നില്ല. ദൈവം പിന്നീട് വീണ്ടും മുന്നോട്ട് പോവുകയാണ്, ഓരോരുത്തരെ അയക്കുകയാണ്. ഇവർ അടുത്ത ഒരു കൃപ കൂടെ നൽകുകയാണ്. വേറെ കുറച്ച് പേരെ നൽകി അയച്ചു. അവരെ അടുത്തതിലും മോശമായിട്ട് അവർ പെരുമാറി.
അത് കഴിഞ്ഞ് അവസാനം ദൈവം പറയുകയാണ്, പിന്നീട് അവൻ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുത്തേക്ക് അയച്ചു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം കൃപകൾ ആദ്യം നൽകി, പിന്നീട് കൃപ മെല്ലെ മെല്ലെ മാറി. ഓരോരോ ദുശീലങ്ങൾ കടന്നു വന്നു. ചെറിയ ദുശീലം വന്നു, പിന്നീട് അത് വലുതായി മാറി. കുറച്ച് കൂട്ടുകാരെ കൂട്ടി, പിന്നെ വണ്ടി എടുത്ത് കറങ്ങാൻ പോക്കായി. ഓരോരോ കാര്യങ്ങൾ കൂടി വന്നു. ദുശീലങ്ങൾ മാറി. പലരെയും നമ്മൾ കൊന്നൊടുക്കി. മനസ്സിനുള്ളിൽ കുറേ പേരെ ശത്രുക്കളാക്കി മാറ്റി. ദൈവകൃപ ഓരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിന്നെ ജീവിതം ഏൽപ്പിച്ചെന്നപ്പോൾ എത്ര നല്ല മനുഷ്യനായിരുന്നു നീ. എത്രയോ കാലഘട്ടങ്ങളിൽ അടുപ്പിച്ച് എല്ലാ ദിവസവും കൊന്തകൾ ചൊല്ലിയിട്ടുണ്ട്, എല്ലാ ദിവസവും ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഇന്നെല്ലാം പോയി, എല്ലാ ചരിത്രവും മടക്കി വെച്ച്, പുസ്തകം മടക്കി വെച്ച് വൈകുന്നേരം ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ചിന്തിക്കണം, നിന്നെ നോക്കി കർത്താവ് പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്നിലൂടെ ഒരുപാട് ആളുകളേക്ക് കൃപയൊഴുക്കണം. പേടിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ മനസ്സിലാക്കണം, നിന്നിലേക്ക് ഇനിയും കൃപകൾ നൽകി ഒരുപാട് കുടുംബങ്ങളെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ജോലി സ്ഥലത്തെ ആളുകളെ ഒക്കെ വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പോഴും ദൈവത്തിന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. നോക്കി, അവസാനം സ്വപുത്രനെ പോലും അയക്കുകയാണ്. സ്വപുത്രനെ അയക്കുമ്പോൾ എന്താ അതിനർത്ഥം? ഇവനെ കൊല്ലില്ല എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ദൈവമാണ് നമുക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, അവസാനം ആ മകനെ അവർ കൊന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പിശാചിന് അടിമപ്പെട്ട അവസ്ഥ. പൈശാചികമായ ബന്ധനം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, പൂർണ്ണമായും പിശാചിന് കീഴടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട് ചില മനുഷ്യരുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു സ്വഭാവമായി മാറി. മാലാഖയുടെ സ്വഭാവമായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് പിശാചിൻ്റെ സ്വഭാവമായി മാറി. കാരണം എന്താണെന്ന് ചിന്തിക്കണം. ദൈവകൃപ മെല്ലെ മെല്ലെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോയി. ഇപ്പോൾ ഓരോരോ രീതിയിലേക്ക് ജീവിതം തെന്നി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, നിരാശയിലേക്ക് വഴുതി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ബന്ധനങ്ങളിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, എവിടെ തുടങ്ങി എവിടെ അവസാനിച്ചു? എവിടെ നിന്ന് എൻ്റെ സന്തോഷം എടുത്തു മാറ്റപ്പെട്ടു? കർത്താവിൻ്റെ ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു വചനം നമ്മൾ ശാന്തമായിട്ട് ആലോചിക്കണം. സങ്കീർത്തകൻ പറയുന്ന ഒരു സത്യമുണ്ട്. 3-ാം അധ്യായം 5-ാം തിരുവചനം, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും തെന്നിമാറി ദൂരത്തേക്ക് പോയപ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. സങ്കീർത്തകൻ തിരിച്ചറിഞ്ഞ സത്യമാണ്, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ശാന്തമായി എഴുന്നേൽക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ദൈവത്തിൽ നിന്ന് നീ അകന്നു പോയപ്പോൾ നിരാശയിലേക്ക്, തെറ്റായ ജീവിത രീതികളിലേക്ക് പോയി വീണ് കഴിഞ്ഞു. 15 വർഷം മുമ്പ് എല്ലാ നന്മകളും നിറഞ്ഞ വ്യക്തി ഇന്ന് നീ എവിടെയായിപ്പോയി? 15 വർഷം മുമ്പ് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നിൻ്റെ ഹൃദയം, ഇന്ന് ആ ഹൃദയത്തിൽ നിന്ന് എത്രയെത്ര മോശം കാര്യങ്ങൾ പുറപ്പെടുന്നു. നന്മയുടെ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന സഹോദര സഹോദരി, ഇന്ന് ആ അധരങ്ങളിൽ കൂടി എത്ര പേരെ തെറി വിളിക്കുന്നു. കുടുംബത്തിലുള്ളവരോട് സഹകരിക്കുവാനോ സ്നേഹിക്കുവാനോ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കർത്താവിലേക്ക് വീണ്ടും കടന്നു വരിക. കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിലേക്ക് കടന്നു വരിക. റോമാലേഖനം 6:16 പറയുന്നു, ചില വ്യക്തികൾ, ബന്ധങ്ങൾ മോശമായിട്ട് മാറുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. നന്മ തന്ന് ദൈവം തുടങ്ങി, പിന്നെ നിരാശയിൽ പോയി കൂപ്പുകുത്തി. ചിന്തിക്കുക, തിന്മയുടെ സ്വാധീനങ്ങൾ ഒന്നൊന്നായി വന്നു ചേർന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ചില ദുശ്ശീലങ്ങളുണ്ടല്ലോ, ചില അടിമത്തങ്ങളുണ്ടല്ലോ, ചില മൊബൈൽ ഫോണിലെ ചില ബന്ധങ്ങളുണ്ടല്ലോ, ചില മോശമായ മെസ്സേജുകൾ വാട്സപ്പിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണ് ഈ തിന്മയ്ക്കെല്ലാം കാരണം? എന്നിലെ കൃപ നഷ്ടപ്പെട്ടു പോയി. നിൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം കൃപ നഷ്ടപ്പെട്ടു പോയി. മിദ്യാൻകാർക്ക് ഇസ്രായേൽ ജനം അടിമപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എന്നാലും ഗിദെയോൻ എന്ന് പറയുന്ന നന്മ നഷ്ടപ്പെടാത്ത ആ മനുഷ്യനിലൂടെ അവരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നീ എത്രത്തോളം ദൂരത്തായിരുന്നാലും ആരെയെങ്കിലും വഴിയായിട്ട് നിൻ്റെ ജീവിതം വീണ്ടും ഒരു നന്മയിലേക്ക് കൊണ്ടുവരാൻ കർത്താവായ ദൈവം ആഗ്രഹിക്കുന്നു. അതൊരു പക്ഷേ നിൻ്റെ ഇടവകയിലെ വികാരിയച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ വചനം പറയുന്ന ഒരു സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ നീ കുമ്പസാരക്കൂടിലേക്ക് പോകുമ്പോൾ അവിടെ നിനക്ക് ഉപദേശം തരുന്ന ഒരു വൈദികനായിരിക്കാം, നിൻ്റെ അയൽവാസിയായിരിക്കാം, ഒരു നല്ല നന്മ നിറഞ്ഞൊരു കൂട്ടുകാരനായിരിക്കാം. ആരിലൂടെയൊക്കെയോ നിൻ്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനം തിന്മകൾ നിറഞ്ഞ് ജീവിച്ചപ്പോൾ, അടിമത്തത്തിന് കീഴിലേക്ക് പോയപ്പോൾ, ഇതാ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു
മനുഷ്യനിലൂടെ വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ ഈ അവസ്ഥയിൽ നിനക്കൊരു തിരിച്ചുപോക്ക് ആവശ്യമുണ്ട്. ഒരു നന്മയുടെ വ്യക്തിയെ നീ സമീപിക്കണം. ഒരു നന്മയുടെ കൂടാരത്തിലേക്ക് നീ വരണം. നന്മ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ ആൾത്താരയിലേക്ക് പള്ളിയിൽ പോയി അല്പനേരം ഒന്ന് ശാന്തമായിരുന്ന് ഒന്ന് നോക്കണം. കർത്താവിൻ്റെ കൃപയും അഭിഷേകവും ഒക്കെ ഉള്ള ഒരു ലോകമുണ്ട് സഹോദര, ഒരു സഹോദരി. മറ്റ് ലോകങ്ങളിൽ നിന്ന് മാറി ഒരു ആത്മീയമായ ഒരു ജീവിതം നിനക്കുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം സത്യമാണെന്ന് നീ വിശ്വസിക്കണം. കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ശാന്തമായ മനസ്സും ശാന്തമായി ഉറങ്ങാനും ഒക്കെ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. ചില മനുഷ്യരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അലസതയിൽ കഴിയുന്ന മനുഷ്യർ, നിഷ്ക്രിയരായി കഴിയുന്ന മനുഷ്യർ, അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പടിപ്പുരയാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇങ്ങനെ അലസതയിൽ നിഷ്ക്രിയമായി കഴിയുന്ന ചില മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് വചനം പറയുന്ന സുഭാഷിതങ്ങൾ 10:26 പറയുന്നു, വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്നതുപോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും. ആ മനുഷ്യനിലൂടെ ആ ഒരു ചുറ്റുപാട് പോലും നശിച്ചു പോവുകയാണ്. വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്ന പോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും. അപ്പോൾ അലസനായി ജീവിച്ച് ജീവിതത്തിലുള്ള കൃപകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നീ ആ മണ്ണിൽ നിന്ന് എഴുന്നേൽക്കണം. ആ ചളിയിൽ നിന്ന് നീ എഴുന്നേൽക്കണം. നിനക്ക് മുന്നോട്ടൊരു ജീവിതം ഉണ്ടെന്ന് ഒരു സ്വപ്നം കാണണം. കർത്താവിൻ്റെ കൃപയിലേക്ക്, കർത്താവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരണം. ചില ആളുകളൊക്കെ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവർ, വലിയ നിയമങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് കുടുംബം തകർക്കുന്നവർ, കുടുംബത്തിലെ ചില നിയമങ്ങൾ പറയും, ഇതിങ്ങനെ അങ്ങോട്ട് നടപ്പാക്കണം. ഇങ്ങനെ ശക്തമായ ശാഠ്യങ്ങളുള്ള ഹൃദയം കഠിനമാക്കുന്നവർ. ചിന്തിക്കുക, ഹൃദയം കഠിനമാക്കി ഇതാ കുടുംബത്തെ പോലും തകർക്കുന്ന മനുഷ്യർ. എന്താണ് അവരുടെ ജീവിതത്തിൽ നിയമങ്ങളാണ് എല്ലാം. പ്രിയപ്പെട്ടവർ, നിയമങ്ങൾ ഒരു പരിധിക്ക് പുറത്ത്, ഒരു പരിധിക്ക് കൂടുതലായിട്ട് നമ്മൾ അതിനെ അങ്ങോട്ട് സ്വാധീനിച്ചു കഴിയുമ്പോൾ, അതിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളൊക്കെ മാറും. നിയമം മൂലം കുടുംബം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളെക്കുറിച്ച്, ജീവിതവും കുടുംബവും എല്ലാം നശിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് പറയണത്. ഇവർ യഹൂദന്മാർ എല്ലാവരും കൂടെ കുറച്ച് നിയമങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെയാണ് ചോദ്യം. ഫരിസേയർ വന്ന് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? നിയമത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കുടുംബവും നിയമം കൂടെ കൂട്ടി കലക്കി അരച്ച് പഠിപ്പിക്കാൻ പോവുകയാണ് ഈശോയെ. കർത്താവ് അവിടെ ഇവരെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറയുന്നത്, മോശ കൽപ്പിച്ചത് എന്താണ്? അവർ മറുപടി പറഞ്ഞു. അവൾ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. കർത്താവ് ഇവിടെ ഒരു മറുപടി കൊടുക്കുന്നത് എന്താണെന്നറിയാം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ മനസ്സിനെ കല്ലുപോലാക്കരുത്, ഇങ്ങനെ ഹൃദയത്തെ നിങ്ങൾ കല്ലുപോലാക്കരുത്. കുടുംബജീവിതമൊക്കെ നയിക്കുമ്പോൾ ഒരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷമാണ് അവിടെയുള്ളത്. ഇല്ലെങ്കിൽ കുടുംബം തകർന്നു പോകും പ്രിയപ്പെട്ടവരെ. നിയമം പറഞ്ഞ് കുടുംബത്തെ നശിപ്പിക്കരുത്. ഇങ്ങനെ കല്ലുപോലെ പെരുമാറരുത്. ഹൃദയത്തെ ഇതുപോലെ കല്ലുപോലെ ആക്കരുത്. കർത്താവ് എന്നിട്ട് അവരോട് പറയുന്നത് എന്താണെന്നറിയാവോ? ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരും സ്ത്രീ ഒരു ശരീരമായി തീരുകയും ചെയ്യും. ആരൊക്കെയാണ്? സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ശിഷ്യന്മാർക്ക് കർത്താവ് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ഇതിനെക്കുറിച്ച്. എന്താണ്? അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. രണ്ടും കണക്കാണ്. ഇങ്ങനെ തെറ്റായ തീരുമാനങ്ങളും നിയമങ്ങളും വഴി ജീവിതത്തെ നശിപ്പിക്കാൻ പാടില്ല. എങ്ങനെയാണ് കുടുംബജീവിതം തുടങ്ങിയത്? സ്നേഹത്തിൻ്റെ പുറത്ത്. ഇന്ന് കുടുംബജീവിതം എവിടെ എത്തി നിൽക്കുന്നു? നിയമത്തിലെത്തി നിൽക്കുന്നു. ചിന്തിക്കുക, നിയമത്തിൻ്റെ എല്ലാം കൂടെ കുരുക്കി കൂട്ടി അങ്ങനെ ജീവിക്കേണ്ടതല്ല നിങ്ങളുടെ കുടുംബജീവിതം. നിയമം വെച്ചല്ല ജീവിക്കേണ്ടത്. അങ്ങനെയല്ല കുടുംബത്തെ തകർക്കേണ്ടത്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കേണ്ടത്. കുടുംബത്തിലേക്ക് നോക്കുക. നിയമത്തിൻ്റെ ചട്ടവട്ടങ്ങൾക്കപ്പുറത്ത് സ്നേഹത്തിൻ്റെ ഒരു ലോകവും ഒരു രാജ്യവും ഉണ്ടെന്ന് മനസ്സിലാക്കണം. നിൻ്റെ എല്ലാ കാര്യങ്ങളെയും കർത്താവിന് വിട്ടുകൊടുക്കുക. എല്ലാ കാര്യങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുക. സങ്കീർത്തകൻ പറയുന്നല്ലോ 3:5, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. നിൻ്റെ കുടുംബം മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഇനി നിൻ്റെ വ്യക്തിജീവിതത്തെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവിൽ നിന്ന് ഓടി അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ ഇസ്രായേൽ ജനമേ, നിങ്ങൾ തിരിച്ചു വരുവിൻ. ഇതാണ് ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് നൽകുന്ന സന്ദേശം. ഇസ്രായേൽ ജനമേ, കർത്താവിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വരുവിൻ. സഹോദര സഹോദരി, മോശമായ ബന്ധങ്ങൾ മൂലം, ചില ദുശീലങ്ങൾ മൂലം, ചില സിദ്ധാന്തങ്ങൾ മൂലം
കർത്താവിൽ നിന്നകന്ന് ചില അടിമത്തങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു വരുവാൻ കർത്താവ് നിന്നെ ക്ഷണിക്കുന്നു. കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് സ്നേഹവും സന്തോഷവും അനുഗ്രഹവും നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതാ കർത്താവ് നിന്റെ മനസ്സിൽ കയ്പ് നിറഞ്ഞ അവസ്ഥയാണെങ്കിൽ ദൈവം ഇതാ സ്നേഹമായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ സങ്കടങ്ങളെയും കർത്താവിന് സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാം അറിയുന്നു. ഇതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ ഇങ്ങനെ പറയണത്, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. സങ്കീർത്തനം 18:28. അങ്ങെൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരം അകറ്റുന്നു. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലെയും നെഗറ്റീവായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിന് വിട്ടുകൊടുക്കുക. എല്ലാം അകന്നു പോയ മേഖലകളിൽ നിന്നും മാറി തിരിച്ച് കർത്താവിലേക്ക് വരിക. നിൻ്റെ കുടുംബത്തിൽ തകരുന്ന സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുവരിക. ഇതാ നീ തകർന്നു പോയ വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി മറ്റാരെയോ ദൈവം കാത്തിരിക്കുന്നു. ഒരു ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ നിനക്ക് വേണ്ടി ആരെയൊക്കെയോ ദൈവം ഒരുക്കുന്നു. നിന്നെ രക്ഷിക്കുവാൻ, നിനക്ക് വിടുതൽ നൽകുവാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നീ കാത്തിരിക്കുമ്പോൾ ഇതാ ദൈവം സ്നേഹവും സന്തോഷവും സമാധാനവും നൽകി നിന്നെ അനുഗ്രഹിക്കും. ഇതുകൊണ്ട് ജെറുസലേമിനെ കുറിച്ച് ഒരു വലിയൊരു പ്രവചനമുണ്ട്. ഏശയ്യാ പ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ ഇതിങ്ങനെയാണ്: അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും, എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. നിൻ്റെ ഒരു ജീവിതത്തെ ഈ ഒരു ദർശനത്തിലൂടെ കാണാൻ പരിശ്രമിക്കുക. തകർന്നു പോയ ജീവിതം, മോശമായ ജീവിതം, ബന്ധനങ്ങളിൽ കുടുങ്ങിയ ജീവിതം, കർത്താവിൽ എത്തിച്ചെന്ന നല്ല മുന്തിരിത്തോട്ടം ദുശീലങ്ങൾ കൊണ്ട് തകർത്തെങ്കിൽ, കർത്താവിനെ പോലും കൊല്ലുന്ന രീതിയിൽ നിൻ്റെ സ്വഭാവ പ്രത്യേകതകൾ വളർന്നെങ്കിൽ, ഇതാ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഏതെങ്കിലും ഒരു ഗിദെയോൻ പറയുന്ന കേട്ടിട്ട് നീ ജീവിതത്തെ മാറ്റുമ്പോൾ, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുമ്പോൾ എല്ലാം മാറി മറിയുന്നു. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മേൽ ഉയർന്നു നിൽക്കും. കൃപ കൊണ്ട് നീ നിറയും, കൃപ കൊണ്ട് നിൻ്റെ കുടുംബം നിറയും. അഭിഷേകവും ശക്തിയും സ്നേഹവും കൊണ്ട് ഒരു പുതിയ വ്യക്തിയായി നീ മാറും. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, കർത്താവിനെ സ്നേഹിക്കുക, കർത്താവിനെ ആരാധിക്കുക. പുതിയ വഴികൾ നിന്റെ മുന്നിൽ തുറക്കട്ടെ. ദൈവസ്നേഹത്താൽ നിറയട്ടെ. ആത്മാവിൻ്റെ ചൈതന്യം ഓരോ നിമിഷവും നിന്നെ നയിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.